നമസ്കാരം. ഇപ്പോൾ സിനിമകളിലെല്ലാം കണ്ട് പരിചിതനായ ആളിപ്പം എൻ്റെ പേരെന്താ? അശോക്. അപ്പോൾ ആദ്യമായിട്ട് പേര് ബെറ്റി. അതെ. എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയാം, പക്ഷെ പ്രേക്ഷകർ അറിയണമല്ലോ. കൈരളിയിൽ വർക്ക് ചെയ്യണം, കൈരളി ടി വിയിൽ തന്നെ. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയും. പ്രൊഡക്ഷൻ്റെ ചാർജാണ്. പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. നാടെവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂരാണ്. മോൻ പേരെന്താണ്? അശോക്. അശോക്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഫൈനൽ ഇയർ LLB. എവിടെ? ലോ അക്കാഡമി. നാരായണ നായർ സാറിൻ്റെ. ഞാനും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. അതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് SN കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അന്ന് മുതൽ ഉള്ള ബന്ധമാണ്. അപ്പം ഈ കല്യാണം എങ്ങനെയായിരുന്നു? കല്യാണം പാർട്ടി കല്യാണമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്? നേരത്തെ അറിയാമായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും SFIയിലുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ. ബേബി, ഞാൻ ആദ്യമായിട്ട് ബേബിനെ കാണുന്നത് എറണാകുളം സമ്മേളനത്തിൽ വെച്ച്, സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട്. അന്ന് ബേബി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അല്ലേ, SFIയുടെ. ഇങ്ങനെ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്? ഐഡിയ എന്തോ, ബേബിന് എനിക്ക് ബഹുമാനം ആണ്, ഇപ്പോഴും ബഹുമാനമാണ്. ആരാധന ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രേമായിരുന്നില്ല. പിന്നെ ഇങ്ങനെയോ ബേബിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ബേബിനെ. ആലോചന ഏത് വഴിക്കാണ് വന്നത്? ഞാനൊരിക്കൽ കോഴിക്കോട് പാർട്ടി ഓഫീസിലിരിക്കുമ്പം ബേബി എന്നോട് പറഞ്ഞു, സഖാവൻ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബേബി എന്നോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് വിവാഹം കഴിച്ചാൽ താല്പര്യമുണ്ട്. വളരെ അച്ചടി ഭാഷയല്ല ബേബി സംസാരിക്കാം. എന്നിട്ട് ബേബി പറഞ്ഞു, അങ്ങനെ ഇപ്പം ഉത്തരം തരണ്ട, അവധാനതാപൂർവം ചിന്തിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ അവധാനതാപൂർവത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ബേബിയുടെ അടുത്ത് ചോദിച്ചു, എന്താ? അപ്പോൾ ഉത്തരം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും അറിയണം, അപ്പം അവരുടെയും കൂടി സമ്മതം വേണം. എനിക്ക് വിരോധമില്ല, എനിക്കിഷ്ടമാണ് ബേബിനെ, പക്ഷെ അവരുടെയും കൂടി സമ്മതം കൂടിയിട്ട് നമുക്ക് കല്യാണം ഉറപ്പിക്കാം. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ അന്ന് തന്നെ പോയി, അതിൻ്റെ പിറ്റേ ദിവസം പോയി പറഞ്ഞു. ബേബിയായിട്ട് അവർ സംസാരിച്ചു, അവർക്ക് ഇഷ്ടമായി ചെറുക്കനെ. അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ കണ്ടതാണല്ലോ. പക്ഷേ പിന്നെ സഖാവിനുള്ളതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എനിക്ക് ബേബിയുടെ അടുത്ത്. തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടായിരുന്നു. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് പ്രേമല്ല, ഒരിക്കലും പ്രേമായിരുന്നില്ല. അത് പിന്നീടാണ് ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കല്യാണത്തിന് ശേഷം ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ച് നേരെ കൊല്ലത്തേക്കാണോ? അതോ എവിടെയായിരുന്നു? അല്ല, കൊല്ലത്ത് ഒരു ദിവസം ഞങ്ങൾ താമസിച്ചു. പിന്നെ തൃശ്ശൂർ പോയി. പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ, ബേബി അന്ന് ഡൽഹി ബേസ് ചെയ്തിട്ടായിരുന്നു പ്രവർത്തിച്ചത്. MP അല്ല? അല്ല, പ്രവർത്തന മേഖല ഡൽഹി ആയിരുന്നു. ശരി. മകൻ സ്കൂളൊക്കെ എവിടെയാണ് പഠിച്ചത്? ഞാൻ സ്കൂള് 1 മുതൽ 4 വരെ ഡൽഹിയിൽ, കേന്ദ്രീയ വിദ്യാലയം. പിന്നെ 5ഉം 6ന്റെ പകുതിയും തൃശ്ശൂർ, ബാക്കി ട്രിവാൻഡ്രം, ഇവിടെ KV പട്ടം. ഒരു സിനിമയിൽ അഭിനയിച്ചു? ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൂ? ഏതാ? ഫൈവ് ഫിംഗേഴ്സ്. MD വാസുദേവൻ നായരുടെ ഒരു കഥയാസ്വാക്കിയിട്ടുള്ളതാണ്. MT കഥകൾ. സിനിമ ആയ മൂടുപടം ആയിരിക്കുമോ? ഇത് MTയുടെ ഒരു കഥ, അമൃത അവര് പിന്നെ ടെലികാസ്റ്റ്. അപ്പൊ ഇനി ഇങ്ങനെ അഭിനയത്തില് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്? തൽക്കാലം പഠിത്തം ലോ അക്കാഡമിയിലെ പഠിത്തമൊക്കെ നമുക്കറിയാം. അല്ലാണ്ട് തന്നെ പാട്ടിൽ ചെറിയൊരു കമ്പുണ്ട്. പാട്ട് പാടുമോ? പാടൂല, അത്യാവശ്യം വായിക്കും. ഗിറ്റാർ വായിക്കുന്നു. ഗിറ്റാർ കുറച്ചാളും മൃദംഗം പഠിച്ചിട്ടുണ്ട്. ഓ ശരി. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് ഒരു കലാകാരനെ പ്രതീക്ഷിക്കാം. ഈ കലാപരമായിട്ട് എന്തെങ്കിലും വാസന? എനിക്ക് അത്യാവശ്യം കല ആസ്വദിക്കും. പിന്നെ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയി. ഞാൻ എൻ്റെ ഭാര്യ അടുത്ത് ആൾക്കാരിങ്ങനെ ചോദിക്കും, ഡാൻസ് അറിയുമോ? ഞാൻ പറഞ്ഞിങ്ങനെ 9 കൊല്ലം പഠിച്ചതാണ്, പക്ഷെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഈ കുച്ചിപ്പുടിയാണ് പഠിച്ചത്.
ഈ പ്ലേറ്റിൻ്റെ പുറത്ത് കയറി നിൽക്കുമ്പോൾ കുടിക്കും, പിന്നെ പുതിയ പ്ലേറ്റ് വരും. അങ്ങനെ അരങ്ങേറ്റം നമ്മൾ ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയും. കാര്യം ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം അത് ആരും ഒന്ന് ചോദിക്കുകയും ചെയ്യും എപ്പോഴും. പറ്റിയ കുച്ചിപ്പൊടിയായിരുന്നു. അപ്പൊ നമുക്ക് ഊണ് കഴിച്ചിട്ട് അല്ലേ, ഊണ് കഴിക്കാം. ഡിസ്കഷൻ ഓവർ ലഞ്ച്. ഉച്ചഭക്ഷണത്തിന്റെ പുറത്ത് കിടന്ന് സംസാരിക്കുക എന്നാണ് എൻ്റെ പരിഭാഷ. കൊല്ലംകാരനായതുകൊണ്ട് മീനോട് കുറച്ച് താല്പര്യം കൂടും അല്ലേ? അഷ്ടമുടിക്കായൽ നല്ല മത്സ്യങ്ങളല്ലേ, കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ. പിന്നെ ഇപ്പൊ കിട്ടാത്തൊരു സംഭവമുണ്ട്, കുഴാവാരി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു, അതൊക്കെ വറുത്തടിച്ചു കഴിഞ്ഞാൽ എന്താ രസം. നത്തോലി. ഈ പാചകമൊക്കെ ചെയ്യും? പാചകം ചെയ്ത് കഴിഞ്ഞാലുള്ളത് കഴിക്കുക എന്നുള്ളത് അതിലാണ് മുഖ്യമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. അല്ല, ഡൽഹിയിലെ ആയിരുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണം കാര്യങ്ങൾ? ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ ഒരു യോഗത്തിനൊരു സ്ഥലത്ത് പോയി കുറേ ദിവസം താമസിക്കേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ഒരാൾ എനിക്ക് ഭക്ഷണം തയ്യാറാക്കി തരാൻ ഒരാളെ ഏൽപ്പിച്ചു. അത് വായി വെച്ച് നോക്കുമ്പോൾ എന്താണ് പുള്ളി പാചകം ചെയ്തതെന്നൊരു പിടിയും കിട്ടാത്ത തരത്തിലാണ് പുള്ളി ഒരു. അപ്പോൾ എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ തൈര് വാങ്ങിച്ചിട്ട് ഉള്ളിയും മുളകും ഉപ്പും ചേർത്ത് മോരാക്കും, മുട്ട വാങ്ങിച്ച് വറക്കും, ഓംലെറ്റ് ഉണ്ടാക്കും, അച്ചാർ, ഇത് മൂന്നുമാണ് ഭക്ഷണം. അത്രയും പാചകം ചെയ്യാൻ കഴിയും. പിന്നെ ബെറ്റിക്ക് വയ്യാതിരുന്ന ചില സമയങ്ങളിൽ ബെറ്റിയുടെ ഡയറക്ഷൻ സ്വീകരിച്ചുകൊണ്ട് ചില സാധനങ്ങൾ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഡൽഹി വെച്ചിട്ട് അപൂർവം ചില സന്ദർഭങ്ങൾ. ഡൽഹിയിലായിരിക്കുമ്പോൾ എനിക്ക് മലേറിയ പിടിച്ചു. അപ്പൊ ആ സമയത്ത് ബേബിക്ക് മലേറിയ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്കായിരുന്നു കൂടുതൽ പനി ഉണ്ടായിരുന്നത്. പക്ഷെ ബേബി എനിക്ക് പാചകം ചെയ്ത് തന്നില്ല ആ സമയത്ത്. മുട്ടക്കറി അല്ലെ, ആരോഗ്യം വന്നപ്പോ മുട്ടക്കറി ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. കുഴപ്പമില്ല, ബേബി സർവൈവ് ചെയ്യും. കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ചില പുരുഷന്മാരൊക്കെ നിൽക്കില്ല, അങ്ങനെയൊന്നുമില്ല. ബെറ്റിയുടെ ഒരു വളരെ നാരോ എസ്കേപ്പ് ആയിരുന്നു. വളരെ ഹൈ ടെമ്പറേച്ചറും ഒക്കെ ആയി. നമ്മുടെ സീതാറാം യെച്ചൂരിയാണ് ഒന്ന് കണ്ടിട്ട് ഈ സ്റ്റേജിൽ ഇവിടെ കിടത്തി കൂടാ. അവിടെയുള്ള ഡോക്ടർമാരുടെ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരുടെയൊക്കെ സഹായത്തിലാണ് ചികിത്സ നടന്നത്. അങ്ങനെയാണ് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐസിന്റെ മുകളിലൊക്കെ, ഐസ് ലാബിന്റെ മുകളിലൊക്കെ കിടത്തി അല്ലേ ബേബി. അങ്ങനെ കുറെ രജായിയൊക്കെ നെല്ല് വെച്ച് ഐസ് വാട്ടർ വെച്ച് അങ്ങനെയൊക്കെ പനി ശമിപ്പിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വെല്ലിംഗ്ടൺ ഹോസ്പിറ്റൽ. അല്ല, പണ്ട് കാണുന്ന സഖാവും ഇപ്പോഴുള്ള ആളുമായിട്ട് തടിയിൽ സ്വല്പം വ്യത്യാസം, പിന്നെ താടിയിൽ കുറച്ച് വ്യത്യാസം. അപ്പം നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? മേ ബി അങ്ങനെ നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല ഭക്ഷണം കഴിക്കും. പക്ഷെ ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടേയും ബേബിക്ക് ഇരിക്കാൻ പറ്റും. കാരണം ഇപ്പം ഈ കൈരളിയൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊക്കെ വീട്ടിലെത്തുക 2 മണി ആ സമയത്തൊക്കെ 12 കഴിഞ്ഞിട്ടൊക്കെ മിക്കവാറും വീട്ടിലെത്തി. പലപ്പോഴും വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒന്നേൽ തട്ടുകടയിൽ നിന്ന് പോകും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിക്കാണ്ടിരിക്കും, കഴിക്കാണ്ടേ കിടക്കാൻ. ഞങ്ങൾ തൃശ്ശൂർ വെച്ചിട്ടൊരു ഫംഗ്ഷൻ ഒരു 3 കൊല്ലം മുമ്പ് ഒന്നിച്ച് വന്നു. അപ്പം സഖാവ് ആദ്യം പ്രസംഗിച്ചു. ഇങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കോളേജ് വിട്ടതിന് ശേഷം മുകേഷിനെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ രാജ്മോഹൻ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന മമ്മൂട്ടി അവരൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരി, നിങ്ങളൊക്കെ ക്ലാസ്മേറ്റ് ആണല്ലേ. അപ്പോൾ എനിക്ക് പ്രസംഗിക്കുമ്പോൾ പറയേണ്ടി വന്നു, ഒരു സിനിമാ നടന്മാർ പ്രായം കൂടുമ്പം കുറയ്ക്കാൻ വേണ്ടി, നല്ല റോളുകൾ കിട്ടാൻ വേണ്ടി കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ചിന്തിക്കും. രാഷ്ട്രീയക്കാർ പ്രായം കുറഞ്ഞിരുന്നാലും കുറെ കൂടെ ഉത്തരവാദിത്വം തോന്നിക്കാനും കുറച്ച് സീരിയസ് ആകാൻ വേണ്ടി പ്രായം കൂട്ടും. അങ്ങനെ കൂട്ടിയ ഒരാളാണ് ശരിക്കും പയ്യനാണെന്ന് പറഞ്ഞു. ഭയങ്കര കയ്യടിയായിരുന്നു. ബേബി എനിക്ക് തോന്നുന്നത് അതൊരു ബേബിയുടെ സ്വഭാവത്തിന്റെ ഭാഗമല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വഭാവം. അപ്പം ഞാനിപ്പോ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ അടിച്ചിട്ടുണ്ട്. പക്ഷെ ബേബി, എനിക്ക് അതില് ബേബിനെ ബഹുമാനാണ്. അല്ല, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാതെ എനിക്ക് നിലനിൽപ്പില്ലാതായി. ഒരാള് തൃശ്ശൂരിലെ സദസ്സിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു നിമിഷമായിരുന്നു. സഹാവിൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ പെരുമൺ ട്രെയിൻ ദുരന്തം എന്തായിരുന്നു സംഭവം?
യഥാർത്ഥത്തിൽ അതിൻ്റെ വാർഷികമാണ് ഈ ജൂലൈ 8-ാം തീയതി. ബെറ്റിയും അപ്പവും തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്നു. നമ്മുടെ അന്ന് കുണ്ടറ MLA ആയിരുന്ന മെഴ്സിക്കുട്ടി അമ്മയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. ഞാൻ കൊല്ലത്ത് പാർട്ടി ഓഫീസിൽ പാർട്ടി കമ്മിറ്റി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഇതിൽ അവരൊരു കൊല്ലത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പാർട്ടി ഓഫീസിലേക്ക് വരണമെന്നുള്ളതാണ് ധാരണ. എന്തോ അന്നെന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് സമയമായപ്പോൾ ട്രെയിൻ എത്തേണ്ട സമയമായപ്പോൾ അന്ന് DYFIയുടെ ജനറൽ സെക്രട്ടറി ഹനൻമുള്ള ബംഗാളിൽ നിന്നുള്ള MP ആണ്. ഞങ്ങൾ രണ്ടുപേരും പോളത്തോടിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലെത്തുക, കൊല്ലം സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ വല്ലാത്ത ഒരു മൂവ്മെൻറ്റ്, സ്റ്റേഷൻ മാഷ് അങ്ങോട്ട് ഓടുന്നു, ആളിങ്ങോട്ട്. അപ്പോൾ എന്തോ ഒരു അസാധാരണമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ സ്റ്റേഷന്മാരുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് സ്റ്റേഷൻ മാഷിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ട്രെയിൻ ഐലൻഡ് എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചോദിച്ചു. അത് ട്രെയിൻ അവിടെ ഒന്ന് പാളത്തിലൊന്ന് ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ട്രെയിൻ പാളത്തിലൊന്ന് ഇരുന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലേ? ഇല്ലില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പുള്ളിയൊന്നും, ഞാൻ MP എന്നുള്ള തരത്തിലൊന്നും, അന്ന് രാജ്യസഭാ മെമ്പറാണ്. അപ്പം രാജ്യസഭാ മെമ്പറായതുകൊണ്ട് എല്ലാവർക്കും മുഖപരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഫോണിൽ ആരോട് സംസാരിക്കുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്യാണ്. ഇല്ലില്ല, ഞാൻ അവിടേക്ക് പോകുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള രംഗമൊന്നും സാക്ഷ്യം വഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, പുള്ളി പറഞ്ഞ പോലെ ചെറുതല്ലല്ലോ സംഭവം, മറ്റെന്തുവാണല്ലോ. അപ്പോൾ അന്നത്തെ SP സെൻകുമാർ, ഇപ്പോൾ അദ്ദേഹം DIG ആണെന്ന് തോന്നുന്നു, കൊല്ലം SP, അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു എൻജിൻ ഈ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ സെൻകുമാറിനൊപ്പം ഞാനും കയറി. പിന്നീടൊരു സന്ദർഭത്തിൽ കണ്ടപ്പോൾ, വർഷങ്ങൾക്ക് ശേഷം സെൻകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് അദ്ദേഹം 2 കോൺസ്റ്റബിൾമാരെ എനിക്ക് ഡ്യൂട്ടിയിലിട്ടിരുന്നു എന്നാണ്. കാര്യം സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ബോധരഹിതനായിട്ടോ വീഴുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ നോക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. പുള്ളിയെ പറഞ്ഞു, അത് വളരെ സെൻകുമാറിന് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു രൂപത്തിലാണ് ഞാൻ ആ സന്ദർഭം കൈകാര്യം ചെയ്തത്. കാര്യം ഞാൻ ചെല്ലുമ്പം മൃതശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ഞങ്ങളുടെ വണ്ടി ചെന്ന് ഈ എൻജിൻ കുറച്ച് അപകടത്തിൻ്റെ നടന്നതിനെ കുറച്ച് അടുത്ത് നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണുന്നത് ഓരോ പ്രായത്തിൽപ്പെട്ട ശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്, മരിച്ച ശരീരങ്ങൾ കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ നോക്കണമല്ലോ, ഇവർ ഈ ട്രെയിനകത്ത് ഉണ്ടെന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു 7-8 മിനിറ്റ് കടന്നുപോയി. അപ്പം ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. എന്താ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിലവിളിച്ചൊന്നുമില്ല ഞാൻ, പക്ഷേ മനസ്സിലിങ്ങനെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോഴത്തേക്ക് സഹാക്കൾ പരിചയമുള്ളൊരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ്. കാര്യം അവിടെ ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ്. 100-ലധികം ആളുകൾ മരിച്ച അപകടമാണെന്ന് ഓർക്കണം. അപ്പോൾ ആര് വന്നു എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സഹാക്കൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഭാര്യയും മോനും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ദൈവം രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അപ്പോൾ ഇവരെയൊക്കെ ദൈവം എന്താ രക്ഷിക്കാൻ എന്നാണ് ഞാൻ അന്നേരം ചോദിച്ചത്. അത് കാര്യം എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ പാതിരാത്രി വരെ അവിടെ നിന്നു. അതിപ്പോൾ ബെറ്റിക്കുള്ള ഒരു വലിയൊരു വിഷമമാണ്. കാര്യം ഈ മുങ്ങിയ കൂട്ടത്തിലുണ്ട്, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇവരെ എന്നെനിക്കറിയാം. പക്ഷെ എനിക്ക് തോന്നിയത് അവിടെ നിന്നിട്ട് ഈ റിലീഫ് ഓപ്പറേഷൻസിൽ മറ്റ് ആളുകളോട്, നാട്ടുകാരോടൊപ്പം നിൽക്കുക എന്നതാണ് ശരി, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ അതാണ് എൻ്റെ കടമയെന്നാണ് എനിക്ക് അന്നേരം സ്വാഭാവികമായിട്ട് ഞാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ബെറ്റി ഇവിടെ ഇരുന്ന് വിങ്ങുകയാണ്, ഞാൻ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന്. എന്നിട്ട് രാത്രി 12:30 എങ്ങാണ്ട് 12:30 മറ്റും എത്തുമ്പോഴാണ് ഇവരെ കാണുന്നത്. പക്ഷെ അതിനേക്കാളും ബെറ്റി കടന്നുപോയൊരു ഇതിനേക്കാളും വിഷമകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ബെറ്റിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഇപ്പം വിചാരമില്ല. കാര്യം വെള്ളം ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്, ഒരു അല്പം മുകളിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം ഇവൻ 5 വയസ്സുണ്ട്, 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനോട് അന്നത്തെ എന്താ അനുഭവം എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചു എന്നാണ് പറയാം. വീട്ടിൽ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പുവെള്ളമാണല്ലോ, അവൻ ആദ്യം അവൻ്റെ പ്രതികരണം അതാണ്, കഞ്ഞിവെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനെ എടുത്ത് കൊടുക്കുന്നത് ബേബിയുടെ മോനാണ്, പാർട്ടി ഓഫീസിൽ കൊടുക്കണം എന്ന് വന്നിട്ടാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ പറ്റി അവർക്ക് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം 87 ഇലക്ഷനെ പറ്റി എൻ്റെ കൂടെ അവിടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സഖാക്കൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, സഖാക്കൾ തന്നെയല്ല, എല്ലാ തരത്തിലും പെട്ടുകൊണ്ട് അവരെല്ലാം കൂടുതൽ ക്ലേശം സഹിച്ച് ബെറ്റിയെ വലിച്ചു കയറ്റി. കയറി വന്ന ബെറ്റി ചോദിക്കുന്നത് മോനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് അയ്യോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ വീണ കുട്ടിയാണോ, അവരന്നേരം പറയുന്നതാണ്. അപ്പോൾ ഇവനെ കൈമാറുന്നതിനിടയ്ക്ക് വെള്ളത്തിൽ വീണു.
അപ്പോൾ ബെറ്റിക്ക് അറിഞ്ഞുകൂടാ, രക്ഷിച്ചു എന്ന് വിചാരിച്ചവൻ വെള്ളത്തിൽ വീണ് അതിനിടയ്ക്ക് താണു പോയിട്ടുണ്ടോ എന്നുള്ളത് അടക്കം അറിഞ്ഞുകൂടാ. അപ്പോൾ ബെറ്റി പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 10-15 മിനിറ്റ് നേരം ബെറ്റി ഏതാണ്ടൊരു പകുതി ഭ്രാന്തിയായ പോലുള്ള ഒരു അവസ്ഥയിലേക്ക്. കാര്യം മകനെ രക്ഷിച്ചു എന്നുള്ള ധൈര്യം വരുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പില്ല, ബെറ്റി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വസ്ത്രമൊന്നുമില്ലാതെ ഇവൻ ദൂരെ നിന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് ബെറ്റിയെ കെട്ടി ഒരാളെ രക്ഷിച്ചു, മറ്റൊരാളെ രക്ഷിച്ചു. അവിടെ ഇങ്ങനെ അജ്ഞാതരായ ആളുകൾ രക്ഷിക്കുകയാണ് ഓരോരുത്തർ. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു അനുഭവമാണ്. കാഠിന്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം പഠിച്ചിരുന്ന കൊട്ടാരക്കര പൊന്നച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു നേതാവുണ്ട്. അയാൾ ഈ ദുരന്തത്തിലുണ്ടായിരുന്നു. പിന്നീട് അന്ന് ദൂരദർശനേ ഉള്ളൂ. ദൂരദർശനിൽ ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല. ദൈവകൃപയാൽ എന്ന് 2 വാക്കേ വരുന്നുള്ളൂ, പിന്നെ കരയാണ്. അന്നത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇയാളെ കാണുമ്പം ദൈവകൃപയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിൽക്കാലത്ത് അത് തമാശയായി മാറിയെങ്കിലും അത് ഒരു ഡയലോഗ് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങല്ല, ഞങ്ങൾ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കൊന്നും തന്നിട്ട് വരാം. കൊല്ലത്തെ പ്രാക്കുളം NSS സ്കൂളിലാണല്ലോ പഠിച്ചത്. രാഷ്ട്രീയത്തിൻ്റെ തുടക്കവും അവിടെ നിന്ന് തന്നെയായിരുന്നു അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടായി. അതിലിപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് 1965 ഒരു ഭക്ഷ്യസമരമുണ്ട്. അന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കവും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് റേഷൻ കടകളിലൊന്നും ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ല. അപ്പം മിക്കവാറും സ്കൂളുകളിലൊക്കെ സമരമുണ്ട്. അപ്പം പ്രാക്കുളം സ്കൂളിലും NSS സ്കൂളിലും എല്ലാ സംഘടനകളും കൂടെ ചേർന്നിട്ടാണ്. പ്രാക്കുളത്ത് നിന്ന് ഞങ്ങൾ നടന്ന് അഞ്ചാലുമൂട് വഴി കൊല്ലം പട്ടണത്തിൽ വന്ന് സമരം ചെയ്തു. അപ്പോൾ കോട്ടയത്ത് കടവ് പാലം ഉണ്ടായിട്ടില്ല, ചങ്ങാടത്തിൽ വേണം. ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്? അന്ന് ഞാൻ പഠിക്കുന്നത് 54, 9, 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ കൂടെ വന്ന കുറച്ച് മുതിർന്നവർ ഈ കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ എടുത്തുണ്ട്, അരിയും ശർക്കരയും ഒക്കെ എടുത്തുകൊണ്ട് പോയ ഒരു സംഭവമുണ്ട്. അപ്പം അതൊരു ശരിയായ സംഭവമല്ല എന്നുള്ളത് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ആ പരിപാടിയിലൊന്നും നമ്മൾ കൂടിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെയാണ് പിന്നെ സംഘടനാ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഏറ്റവും മൂത്ത ചേട്ടൻ NS കോളേജിലൊക്കെ പഠിച്ച് അന്ന് പുള്ളി പിന്നെ ആർമി എഡ്യൂക്കേഷൻ കോർപ്സിൽ വർക്ക് ചെയ്യുകയാണ്. പുള്ളിയാണ് സംഘടന എന്ന് പറയുമ്പോഴത്തേക്ക് അത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് പകർന്നു. തന്നെ അപ്പച്ചനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു. പുനലൂർ ബാലൻ സാറിൻ്റെയൊക്കെ കൂട്ടുകാരനായിട്ട് പുനലൂർ സ്കൂളിൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ പുനലൂർ സ്കൂളിൽ SNV സ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടം മുതൽ പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള സഹകരണം എന്നിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്, അതിൻ്റെ സ്കൂൾ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആകുന്നു. സ്കൂളിൽ മത്സരിച്ചന്ന് തോക്കുകയാണ്. അന്ന് KSU ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിലല്ല. അങ്ങനെ സംഘടനാ രംഗത്ത് വളരെ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ. അല്ല, ഈ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടക്കക്കാലത്ത് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുക, അനൗൺസ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ ഓരോ ആൾക്കാർ തുടക്കം. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം? ഈ പറഞ്ഞത് ശരിയാണ്, മുകേഷ് പറഞ്ഞ പോലെ തന്നെയാണ്. അന്ന് സ്കൂളിൽ പിന്നെ സ്കൂളിൻ്റെ മതിൽ ചുവരെഴുതുക, പോസ്റ്റർ എഴുതി പതിക്കുക, മറ്റ് നേതാക്കന്മാരെ കൊണ്ടുവന്ന് യോഗം നടത്തുക. C. ഭാസ്കരൻ ഇപ്പോഴത്തെ ചിന്തയുടെ പുസ്തക പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവാണ്. ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് അഖിലേന്ത്യാ പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ ഞാൻ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് G. സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോഴാണ്. ഇപ്പം ഈ ഗവൺമെൻറ്റിൽ എന്നെപ്പോലെ തന്നെ കന്നിക്കാരൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ സഖാവാണ് ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംസ്ഥാന നിലവാരത്തിലുള്ള നേതാവ്. അപ്പോൾ ഇവരെല്ലാം വന്ന് പൊതുയോഗങ്ങൾ, ഇവർ പങ്കെടുത്തിട്ടുള്ള സമരങ്ങൾ, ഇതിലെല്ലാം ഈ പറഞ്ഞ പോലെ ചുവരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും, പിന്നെ ആദ്യം ഈ കാഞ്ഞാവളി കൂടെ എല്ലാം പരസ്യമായിട്ട് പ്രകടനം നടത്തുമ്പം ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാര്യം അലക്സാണ്ടർ സാറിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പൊതുവിൽ പിന്നെ ഒരു അംഗീകാരമുള്ള വീട്ടിൽ നിന്ന് വന്ന ഒരാൾ എന്നൊക്കെ വിചാരിക്കുമ്പോൾ പാർട്ടിയുടെ സഹയാത്രികൻ എന്നാണ് പറയാൻ പറ്റുക. ഈ നാട്ടിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് യോഗമോ വലിയ നേതാക്കന്മാർ വന്ന് യോഗമൊക്കെ നടക്കുമ്പോൾ നാട്ടിലൊരു പ്രമാണിയാണല്ലോ അധ്യക്ഷനാക്കി വെക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന തരത്തിലുള്ള അംഗീകാരം പൊതുവിൽ ഉൽപ്പതിഷ്ണുവായിരുന്നു എന്നുള്ളത് കൊണ്ടുള്ള പരിഗണന, ഇതൊക്കെ വെച്ചിട്ട് അത്തരം യോഗങ്ങളിലൊക്കെ അധ്യക്ഷത വഹിക്കുക. അങ്ങനെ പാർട്ടിയുടെ ഒരു സഹയാത്രികനായിരുന്നു. പുരോഗമനപരമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ പള്ളിയിൽ നിന്ന് മഹറോൺ ചൊല്ലുകയുണ്ടായി.
ആര്? അപ്പച്ചനെ. ഞാനൊക്കെ വന്ന സമയത്തേക്ക് പിന്നൊന്നും മഹ്റോൻ ചൊല്ലി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലൊന്നും ആൾ അവശേഷിക്കില്ല എന്നുള്ളത് കൊണ്ട് ഈ മഹ്റോൻ പരിപാടി ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അക്കാലത്തുണ്ടായിരുന്നു. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന ചില പുരോഗമന നടപടികളെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയതിന്റെ പേരിലാണ്. പക്ഷെ അപ്പച്ചൻ മരിച്ചപ്പോൾ പള്ളിയിൽ തന്നെ സംസ്കരിക്കാനൊക്കെ തയ്യാറായി. കുറെ കൂടെ ലീനിയന്റ് അങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തുടക്കകാലത്ത് ഈ യുക്തിവാദിയായിരുന്നു എന്ന് കേട്ടത്. എങ്ങനെയാണ് ഈ എറ്റു കോപൂറിൻ്റെയും ഇടമറകിൻ്റെയൊക്കെ ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ട് അങ്ങനെയാണ്? അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. എനിക്ക് വളരെ ഓർക്കുമ്പോൾ വളരെയധികം പിന്നെ ആവേശവും ഉണർവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. വായിക്കുക, പുസ്തക വായന എന്ന് പറയുന്ന വീട്ടിലൊരു ശീലമാണ്. പത്രം വരുത്തും, ആനുകാലി, അന്ന് ജനീകം വാരിക വളരെ ആർത്തിയോടുകൂടി വായിക്കുന്ന ഒരു കാര്യമാണ്. ബിമൽ മിത്രയുടെ നോവലുകൾ, പിന്നെ കാമ്പിശ്ശേരി കരുണാകരൻ്റെ നർമ്മരസംഗം കുറിപ്പുകൾ ഇതൊക്കെയുണ്ട്. കൂനന്തറപ്പരമവും പൂനാക്കേശവനും എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, കാമ്പിശ്ശേരി എഴുതിയിട്ട്. അപ്പോൾ പുസ്തകം വായിക്കാൻ പ്രാക്കുളത്തേക്ക് പോകും. ഞങ്ങൾ കാഞ്ഞാവളിയിൽ, പ്രാക്കുളം NSS സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ അത് കാഞ്ഞാവളിയിലാണ് ഈ പ്രാക്കുളം NSS സ്കൂൾ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ആണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബിൽ അപ്പച്ചനായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്. അവിടുന്ന് പുസ്തകം എടുക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസം കൊടുക്കുമ്പോൾ നടന്നു പോകും. അപ്പം നോവലുകളൊക്കെയാണ് സ്വാഭാവികമായിട്ടും ആദ്യം വായിച്ചു തുടങ്ങുന്നത്. വൈക്കം മുതുകൃഷ്ണൻ്റെ കൃതിയിൽ ഇഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ ഗൗരവമുള്ള രചനയിലേക്ക് തിരിഞ്ഞപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, MC ജോസഫ് ഇവരുടെ പുസ്തകങ്ങളാണ്. ഇടമറുകും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് വിട്ടുപിരിഞ്ഞു. ഇടമറുകിൻ്റെ പുസ്തകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിചാര വിപ്ലവം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് MC ജോസഫിൻ്റെ യുക്തിപ്രകാശം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഈ 2 പുസ്തകങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്നു. അതിനുശേഷം യുക്തിവാദി പ്രസിദ്ധീകരണങ്ങളുടെ വരിക്കാരനായി. അപ്പോൾ അതിനകത്ത് ബെർട്രൻഡ് റസ്സലിൻ്റെയും ഇംഗർസോളിൻ്റെയൊക്കെ രചനകളുടെ പരിഭാഷ കോളേജിലോട്ട് കടന്ന് ഹൈസ്കൂളിലെത്തിയപ്പോൾ തന്നെ ഇത് തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോയിട്ട് പിന്നെ പള്ളിയിൽ അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ടൊരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു. ആൾട്ടർ ബോയ് എന്ന് പറയും. ഈ അടുത്ത കാലത്ത് ചില മതമേലധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കേണ്ട സന്ദർഭം ഉണ്ടായപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ വലിയായിട്ട് ചിരിച്ചു. എന്നിട്ടാണ് ഈ അവസ്ഥയിലെത്തിയതെന്നൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ അയലത്ത് വീട്ടിൽ പോയി അമ്മ കടം വാങ്ങിച്ച് പൈസ എനിക്ക് കൊണ്ട് തരികയാണ്. ഏത് അമ്മയ്ക്കൊട്ടും വിശ്വാസമില്ലാത്ത ഈ യുക്തിവാദ സമ്മേളനത്തിൽ മകന് പങ്കെടുക്കാൻ വേണ്ടി. അത് അമ്മയുടെ ഒരു വലിയ ജനാധിപത്യ ബോധമാണ്. താൻ വിശ്വസിക്കാത്ത ഒരു കാര്യവും ഒരുപക്ഷെ തൻ്റെ സഹായം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. യുക്തിവാദ പ്രസ്ഥാനം അന്ന് ഇടമറുക് P. ഗോവിന്ദപിള്ള PGയുടെ യുക്തിവാദ സമ്മേളനത്തിലൊരു പ്രസംഗം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഈ യുക്തിവാദത്തിൽ നിന്നും ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് വീക്ഷണത്തിലേക്ക്, മാർക്സൻ ലെനിനിസത്തിലേക്ക് ആശയപരമായി ഞാൻ വളരുന്നത് PGയുടെ പ്രസംഗത്തിൻ്റെ സ്വാധീനത്തിലാണ്. യുക്തിവാദവും മാർക്സൻ ലെനിനിസവും തമ്മിലുള്ള പരസ്പര ബന്ധവും പരസ്പര വൈരുദ്ധ്യവും ഇത് രണ്ടും PGയുടെ പ്രസംഗത്തിനാണ് വരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ആശയപരമായി എനിക്കൊരു വലിയ ശരിയുടെ വഴിയിലേക്കുള്ള കാഴ്ച തെളിച്ചു തന്നത് PG ആണെന്ന് പറയാം. അതിനുശേഷം EMSൻ്റെയും മറ്റാചാര്യന്മാരുടെയൊക്കെ കൃതികൾ വായിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടക്കം കുറിച്ചത് PG ആണ്. അപ്പം അത് അവിടുന്ന് പിന്നെ SN കോളേജിലേക്ക് വന്നു. SN കോളേജിൽ SFIയുടെ ഒരു അപ്പോൾ SN കോളേജിൽ അന്ന് KSUവും വളരെ സജീവമായിരുന്നു. രണ്ട് പാർട്ടിയും SFIയും KSUയും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ SFIയിലേക്ക് SN കോളേജിലുള്ള വിദ്യാർത്ഥികൾ തിരിയാൻ അല്ലെങ്കിൽ ആകൃഷ്ടരാകാൻ കാരണം പിന്നെ ആദർശമാണോ അതോ ആ ഡൈനാമിസമാണോ? ഇത് രണ്ടും പങ്കുവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളീയ സമൂഹത്തിലും ക്യാമ്പസുകളിലും വലിയ ചലനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ 60കളുടെ അവസാനത്തോടെയും 70കളുടെ ആരംഭത്തോടെയും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാകണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ പ്രസ്ഥാനം വളർന്നു വരികയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്കും പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ കോളേജിൽ പ്രവേശനം കിട്ടുമെന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നു. സ്വാഭാവികമായും ദരിദ്ര വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ
റാഡിക്കലായിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ക്യാമ്പസുകളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരാൻ ഒരു ഭൗതികമായ സാഹചര്യം ക്യാമ്പസുകളിലും കേരളീയ സമൂഹത്തിലും ഉണ്ടായി. ഈ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ ആ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രവർത്തകന്മാർ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടായിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ചിലിയിൽ അലൻഡയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടു. പാബ്ലോ നെരൂദ എന്ന് പറയുന്ന വിശ്വവിശ്രുതനായ കവി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി രംഗത്ത് വരികയും ഈ ചിലിയിൽ അലൻഡയുടെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്തു. ഇതെല്ലാം പിന്നെ ഈ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള വിമോചന സമരങ്ങൾ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏറ്റവും ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെയൊക്കെ അല്ല ക്യാമ്പസുകൾ വളരെ സജീവമായിട്ട് വന്നു. യഥാർത്ഥത്തിൽ കൊല്ലം SN കോളേജിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുകയും ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ഗോകുലേന്ദ്രൻ പത്തനംതിട്ടയാണ്. ഗോകുലേന്ദ്രൻ പ്രസിഡൻ്റായിരിക്കുകയും പിന്നെ കോളേജിയറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ് ഡിവിഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ റസലുദ്ദീൻ PhD എടുത്തിട്ടുള്ളതാണ്. റസലുദ്ദീൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്. ഹർഷകുമാറുണ്ട്, പി ഹർഷകുമാർ കാതിയൻ. പൊന്നപ്പൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ MA മലയാളത്തിന് പഠിച്ച നല്ല ഒരു പ്രഭാഷണം, നല്ല നീളവും മണ്ണും ഒക്കെ ഉള്ള ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിബേറ്റിംഗ് ടീമായിട്ട് പോകാറുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയും പൊന്നപ്പൻ സാറെന്ന് ഞങ്ങൾ വിളിക്കുകയും അദ്ദേഹം സെക്കൻഡ് MA. ഫസ്റ്റ് പ്രീ ഡിഗ്രിക്കാരനും സെക്കൻഡ് MA കാരനും കൂടി ഒരു ഡിബേറ്റിംഗ് ടീം വരുന്ന വളരെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇവരെല്ലാം വന്ന് കൊല്ലം SN കോളേജ് ക്യാമ്പസിലുണ്ട്. ഇവിടെ നമ്മുടെ ബാലേന്ദ്ര മേനോൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സഹായത്തിലാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള AK ബാലൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവാണ്. തോമസ് ഐസക്കും NK വാസുദേവനും മറ്റും എറണാകുളം മഹാരാജാസ് കോളേജ് നേതാക്കന്മാരാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കോളേജുകളിൽ യൂണിവേഴ്സിറ്റി കോളേജ്, കൊല്ലം SN, എറണാകുളം മഹാരാജാസ്, തലശ്ശേരി ബ്രണ്ണൻ ഇവിടങ്ങളിലെല്ലാം കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അപ്പോൾ ആ അടിയന്തരാവസ്ഥ സമയം ആയിരുന്നു എന്ന് തോന്നുന്നു കോളേജിൽ. ഇത് കഴിഞ്ഞ ഉടനെ അടിയന്തരാവസ്ഥ. ഇത് 72 ഈ കോളേജുകളെല്ലാം SFI ജയിക്കുന്നത് ഒരേ വർഷമാണ്. യുക്തിവാദത്തിൻ്റെ വലിയ ലഹരി പിടിച്ചിട്ട് ഞാൻ നടക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോൾ യുക്തിവാദികൾ വലിയ അന്ധവിശ്വാസികളാണെന്നാണ് ഇപ്പം ഞാൻ പറയുക. കാരണം ഈ യുക്തിവാദം നടത്തി എല്ലാവരെയും മാറ്റാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. ഭൗതിക സാഹചര്യത്തിൽ നിന്നാണ് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും ആശയങ്ങളും ഉണ്ടാകും. അത് ഈ യുക്തിവാദം അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അമ്മയുമായിട്ട് തർക്കിക്കാൻ പോകും. അമ്മയുടെ രക്തത്തിൽ കലർന്നിരിക്കുന്നതാണ് ദൈവവിശ്വാസം. ഇപ്പം ഞാൻ ശാസ്ത്രീയമായ യുക്തിവാദം മുഖങ്ങളൊന്നും നിരത്തിയത് കൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഹൃദയം തട്ടുന്ന ഒരു കാര്യം, അമ്മ ഇങ്ങനെ ഏറ്റവും വലിയ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു യുക്തിവാദ സമ്മേളനത്തിൽ പോകാൻ അന്ന് വീട്ടിൽ പൈസയില്ല. വീട്ടിൽ നിന്ന് പൈസ തന്നിട്ട് വേണമല്ലോ ഇതിനൊക്കെ പോകാൻ. അപ്പോൾ അയലത്ത് വീട്ടിൽ പോയി അമ്മ കടം വാങ്ങിച്ച് പൈസ എനിക്ക് കൊണ്ടുതരികയാണ്. ഏത് അമ്മയ്ക്കൊട്ടും വിശ്വാസമില്ലാത്ത ഈ യുക്തിവാദ സമ്മേളനത്തിൽ മകന് പങ്കെടുക്കാൻ വേണ്ടി. അത് അമ്മയുടെ ഒരു വലിയ ജനാധിപത്യ ബോധമാണ്. താൻ വിശ്വസിക്കാത്തൊരു കാര്യവും ഒരുപക്ഷെ തൻ്റെ സഹായം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. SN കോളേജിൽ അന്ന് KSUവും വളരെ സജീവമായിരുന്നു. രണ്ട് പാർട്ടിയും SFIയും KSUയും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ SFIയിലേക്ക് SN കോളേജിലുള്ള വിദ്യാർത്ഥികൾ തിരിയാൻ അല്ലെങ്കിൽ ആകൃഷ്ടരാകാൻ കാരണം പിന്നെ ആദർശമാണോ അതോ ആ ഡൈനാമിസമാണോ? ഇത് രണ്ടും പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളീയ സമൂഹത്തിലും ക്യാമ്പസുകളിലും വലിയ ചലനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ 60കളുടെ അവസാനത്തോടെയും 70കളുടെ ആരംഭത്തോടെയും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാകണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ പ്രസ്ഥാനം വളർന്നു വരികയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്കും പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ കോളേജിൽ പ്രവേശനം കിട്ടുമെന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നു. സ്വാഭാവികമായും ദരിദ്ര വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ റാഡിക്കലായിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ക്യാമ്പസുകളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരാൻ ഒരു ഭൗതികമായ സാഹചര്യം ക്യാമ്പസുകളിലും കേരളീയ സമൂഹത്തിലും ഉണ്ടായി.
ഈ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം വർദ്ധിക്കാൻ തുടങ്ങിയതുള്ളൂ. പിന്നെ ആ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രവർത്തകന്മാർ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടായിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ചിലിയിൽ അലൻഡയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടു. പാബ്ലോ നെരൂദ എന്ന് പറയുന്ന വിശ്വവിശ്രുതനായ കവി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി രംഗത്ത് വരികയും ഈ ചിലിയിൽ അലൻഡയുടെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്തു. ഇതെല്ലാം പിന്നെ ഈ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള വിമോചന സമരങ്ങൾ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏറ്റവും ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെയൊക്കെ അല്ല ക്യാമ്പസുകൾ വളരെ സജീവമായിട്ട് വന്നു. യഥാർത്ഥത്തിൽ കൊല്ലം SN കോളേജിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുകയും ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ഗോകുലേന്ദ്രൻ പത്തനംതിട്ടയാണ്. ഗോകുലേന്ദ്രൻ പ്രസിഡൻ്റായിരിക്കുകയും പിന്നെ കോളേജിയറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ് ഡിവിഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ റസലുദ്ദീൻ PhD എടുത്തിട്ടുള്ള ആളാണ്. റസലുദ്ദീൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്. ഹർഷകുമാറുണ്ട്, ഹർഷകുമാർ കാതിയൻ. പൊന്നപ്പൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ MA മലയാളത്തിന് പഠിച്ച നല്ല ഒരു പ്രഭാഷണം, നല്ല നീളവും മണ്ണും ഒക്കെ ഉള്ള ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിബേറ്റിംഗ് ടീമായിട്ട് പോകാറുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയും പൊന്നപ്പൻ സാറെന്ന് ഞങ്ങൾ വിളിക്കുകയും അദ്ദേഹം സെക്കൻഡ് MA. ഫസ്റ്റ് പ്രീ ഡിഗ്രിക്കാരനും സെക്കൻഡ് MA കാരനും കൂടെ ഒരു ഡിബേറ്റിംഗ് ടീം വരുന്ന വളരെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇവരെല്ലാം വന്ന് കൊല്ലം SN കോളേജ് ക്യാമ്പസിലുണ്ട്. ഇവിടെ നമ്മുടെ ബാലേന്ദ്ര മേനോൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സഹായത്തിലാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള AK ബാലൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവാണ്. തോമസ് ഐസക്കും NK വാസുദേവനും മറ്റും എറണാകുളം മഹാരാജാസ് കോളേജ് നേതാക്കന്മാരാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കോളേജുകളിൽ യൂണിവേഴ്സിറ്റി കോളേജ്, കൊല്ലം SN, എറണാകുളം മഹാരാജാസ്, തലശ്ശേരി ബ്രണ്ണൻ, ഇവിടങ്ങളിലെല്ലാം കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ കോളേജുകളിലെല്ലാം ഒരേ അടിയന്തരാവസ്ഥ സമയത്തുള്ള അനുഭവം എന്തായിരുന്നു? അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങൾ വളരെയധികം എൻ്റെ പൊതുജീവിതത്തിൽ, സംഘടനാ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് 1975 മാർച്ച് മാസം 1, 2, 3 തീയതികളാണെന്നാണ് എൻ്റെ ഓർമ്മ. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന VJT ഹാളിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സാർ G. സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം വഴി ഞാൻ സംസ്ഥാന പ്രസിഡന്റാകും. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായിട്ട് തുടരുകയാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ 20 വയസ്സ് എനിക്കായിട്ട് മാത്രമേ ഉള്ളൂ. ഒരു സംഘടനയുടെ സംസ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരവാഹികൾ ഒരാളായിരിക്കും ഞാനെന്ന് എനിക്കൊരു പക്ഷേ തോന്നുന്നു, ചിലരങ്ങനെ ചൂണ്ടിക്കാണിക്കും. അപ്പം അന്തരീക്ഷമാകെ മാറി. പരസ്യമായ പ്രവർത്തനവും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അന്ന് രാത്രി ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വീട്ടിലെത്തുന്നുണ്ട്. കോഴിക്കോട് വെച്ച് നടക്കുന്ന പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനം അതിൽ പങ്കെടുക്കാൻ ഞാൻ ബസ്സിൽ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ്, ബസ്സിൽ കയറി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വീട്ടിലെത്തിയപ്പോൾ പോലീസുകാർ എത്തി ചേട്ടനോട്, ഏറ്റവും മൂത്ത ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. കോടിയേരിയെ പിക്കപ്പ് ചെയ്തു തലശ്ശേരിയിലെ വീട്ടിൽ നിന്ന്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് വിട്ടു. പിന്നീടാണ് മിസപ്രകാരം അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട്ടത്തെ ക്യാമ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാർ AV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. EMS ഒരു 10 മിനിറ്റേ സംസാരിച്ചുള്ളൂ. EMS പറഞ്ഞ് ഈ ക്യാമ്പ് ഇവിടെ വെച്ച് പിരിച്ചുവിടുക, കാരണം നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്താൻ ഇനി കഴിയില്ല. ഈ ക്യാമ്പ് തീരുന്നത് വരെ നമുക്കിവിടെ ഇരിക്കാൻ കഴിയുമോ, ഇവിടെ വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി വിതരണം ചെയ്തിട്ടുള്ള രേഖകളിൽ പറയുന്നത് ജനാധിപത്യ ധ്വംസനത്തിൻ്റെ പാതയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഇതിൽ പറഞ്ഞ കാര്യം മുഴുവൻ ശരിവെക്കുന്ന അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം. അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് പിരിഞ്ഞു പോവുക, പാർട്ടി നിർദ്ദേശമനുസരിച്ച് രഹസ്യമായ പ്രവർത്തനം നടത്തുക, അടിയന്തരാവസ്ഥയെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഓരോരുത്തരും സന്നദ്ധരാകുക. ഇത് പറഞ്ഞിട്ട് അത് യോഗം അവസാനിപ്പിക്കുക. AV കുഞ്ഞമ്പു 3-4 വാചകത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു സഖാവുമായിട്ടാണ് ഒരു ലോഡ്ജ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പം തന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിരിയുകയാണ്. SN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇലക്ഷന് നിന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട്. എതിർ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ MA ബേബിയെ തോൽപ്പിച്ച ആളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ SFIയും KSUവും SN കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ പ്രോമിനൻസ് ഉള്ള സമയമായിരുന്നു. ആ സമയത്തും തോറ്റു. പിന്നെ എപ്പോഴാണ് ജയിച്ചത്? ആ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറയുമ്പോഴും മുഖ്യമായും അമിത വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ്. കാര്യം SFIയുടെ പാനൽ
വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ഒരു മിഥ്യാധാരണ, വലിയ പ്രവർത്തനവും നടത്താൻ ജയിക്കുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. തൊട്ട് തലേ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ എതിരാളിക്ക് കിട്ടിയ അത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. ആർട്സ് ക്ലബ് സെക്രട്ടറി 500ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. അടുത്ത തവണ 8 വോട്ടിന് തോക്കുകയാണ് ഉണ്ണിത്താനോട്. അപ്പോൾ ഉണ്ണിത്താൻ വളരെ സമർത്ഥനായ ഒരു ക്യാമ്പയിനറാണെന്നുള്ളത് ഉണ്ണിത്താൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലും അമിത വിശ്വാസം ഉണ്ടായിക്കൂടാ എന്നുള്ള വലിയൊരു പാഠം ഞാൻ പഠിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ പൊതു തെരഞ്ഞെടുപ്പിലൊന്നും പങ്കെടുത്തില്ല. കോളേജിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തോറ്റിട്ടുണ്ട്, കോളേജിൽ വന്ന് ജയിക്കുകയും തോക്കുകയും ചെയ്തു. പിന്നൊരു പൊതു തെരഞ്ഞെടുപ്പിൽ വരുന്നത് ഈ ഇപ്പോഴത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. രാജ്യസഭയിലെല്ലാം പിൻവാതിൽ കൂടുള്ള പ്രവേശനമാണ്. ഇപ്പോൾ കുണ്ട്രയിലാണ് ആദ്യമായിട്ട് മന്ത്രിയുമായി. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. കലാപരമായിട്ട് ആ കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും കലാപരമായിട്ട് അന്ന് എന്തായിരുന്നു? നാടകത്തിൽ ഇപ്പോൾ അഭിനയിച്ചതായിട്ട് ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. കാരണം മുമ്പ് ഒരു നാടകത്തിൽ ഒരു സ്ത്രീവേഷം ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീവേഷം കെട്ടി ഞാനത് ആ കുളമാക്കി. എവിടെ? എസ് എൻ കോളേജ് വെച്ചില്ല? എസ് എൻ കോളേജിലല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ ഈ ക്ലബ്ബൊക്കെ ഉണ്ടാക്കി. എൻ്റെ ജ്യേഷ്ഠൻ, തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ, ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്, MA ജോൺസൺ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇങ്ങനെ CL ജോസ്, കാനം, കടവൂർ ചന്ദ്രൻപിള്ള ഇവരുടെയൊക്കെ നാടകങ്ങളാണെന്ന് എല്ലാവരും എടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊരു നാടകം അവതരിപ്പിച്ച സ്ത്രീവേഷമാണ്. എന്നിട്ട് സ്റ്റേജിൽ വന്ന് നിന്നിട്ട് സാരി എടുത്തിട്ട് ഞാനിങ്ങനെ പൊക്കി പിടിക്കുകയാണ്. അപ്പം സാരി മുണ്ട് നമ്മളിങ്ങനെ ഉയർത്തി പിടിക്കുന്ന സാരി പിടിച്ച ആളെല്ലാം കൂടെ കൂവി, അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയത് യാദൃശ്ചികമായിട്ടാണ്. പിന്നെ കോളേജ് യൂണിയൻ, അന്ന് ഞാൻ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. സാധാരണ യൂണിറ്റ് സെക്രട്ടറി ചെയർമാനായിട്ട് മത്സരിക്കുന്നതാണ് ഒരു നടപടിക്രമം. പക്ഷേ അന്ന് SFI തോറ്റുകൊണ്ടിരിക്കുകയാണ്. SFI ജയിക്കണം. ഞാനന്ന് ഫസ്റ്റ് BAക്ക് പഠിക്കുകയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ 12-13 പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കോഴ്സുകളുള്ള കോളേജാണ്. അപ്പം MA ക്ലാസ്സിൽ നിന്ന് ഒരാളായിരിക്കണം ചെയർമാൻ. എന്തിനാണ് അങ്ങനെ ഈ ഡോക്ടർ റസൂലുദ്ദീൻ പുള്ളി വർക്കല കോളേജിൽ വലിയ SFI പ്രവർത്തനമൊക്കെ നടത്തി കുത്തിലും കേസിലും ഒക്കെ പെട്ടിട്ട് എങ്ങനെയെങ്കിലും MA ജയിച്ച് പോകണം. ഞാൻ പണ്ട് SFIക്കാരനായിരുന്നു വർക്കല കോളേജിൽ എന്നുള്ള ഇവിടെ ആരും അറിയരുത്, അറിഞ്ഞാൽ എൻ്റെ രംഗത്ത് കൊണ്ടുവരും. ഞാൻ രഹസ്യമായിട്ട് പുള്ളി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പോയി പിടിച്ചിറക്കുന്നത്. താൻ ചെയർമാനായിട്ട് മത്സരിക്കുന്നത് പറഞ്ഞിട്ട്. യൂണിറ്റ് പ്രസിഡൻ്റായിരുന്ന ഗോകുലേന്ദ്രൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പിന്നെ കലയോടൊക്കെ ചെറിയൊരു താല്പര്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിക്കളയാണ്. അങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയതാണ്. പക്ഷെ ആ വർഷം ആദ്യമായിട്ട് സംസ്ഥാന നാടകോത്സവത്തിൽ എസ് എൻ കോളേജിൽ നിന്ന് ടീം പോവുകയാണ്. മയ്യനാട് ഷാഹുദ്ദീൻ, ഇന്ന് കോളേജ് ലെക്ചറാണ്, മയ്യനാട് ഷാഹുദ്ദീൻ എഴുതിയൊരു നാടകമാണ് തുരുത്ത് ആണെന്ന്. അതെ. അപ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നുള്ള വിധത്തിൽ ബാക്കി സംഘാടനം ഇതിലെല്ലാം ഉണ്ട്. കപ്പൻ പിടിക്കുക, എന്തെല്ലാം ഒരാളിൻ്റെ കുറവ് എവിടെ ഉണ്ടോ അപ്പോൾ ഞാൻ ഓടി എത്തി അത് ചെയ്യും. മാരൂർ രവി ഇവരെല്ലാം ചേർന്നിട്ട് ആണ് ആ നാടകം അവതരിപ്പിച്ചത്. അപ്പം ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നുള്ള നിലയിൽ വാരണാസി സഹോദരന്മാരുടെ ചെണ്ടമേളം കോളേജ് ക്യാമ്പസിലുള്ളത് ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് സംതൃപ്തിയുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഒന്നിലൊരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ കലയെ ആദരിക്കുന്ന ഒരു മനോഭാവമുണ്ട്. അതുകൊണ്ടാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയത്. ഇന്നത്തെ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമായോ നന്നായോ അല്ലോ പഴയതായിരുന്നോ നല്ലത്, ഇപ്പോഴാണോ നല്ലത്? ഇതിൽ ഒന്ന് ക്യാമ്പസിലാകെ അന്നുണ്ടായിരുന്ന സൗഹൃദം, അത് വളരെ ശരിയാണ്. അത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തമ്മിൽ മാത്രമല്ല, ഇടയ്ക്ക് സംഘടനകളൊക്കെ ഉണ്ടാവും. പശ്ചാത്തല പ്ലാസ്റ്റിക് സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കാലത്തെല്ലാം വളരെ മാതൃകാപരമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മോശമായി എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇന്നത്തെ അന്തരീക്ഷം പക്ഷേ മാറിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ പുതിയ ഈ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മാറ്റങ്ങൾ, വളരെ സ്വാർത്ഥാധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക, ഈ ആഗോളവൽക്കരണമെന്ന് പച്ചയായിട്ടങ്ങ് പറയാം. അപ്പോൾ എനിക്കെന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ളത് മാത്രം നോക്കി പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ സ്വഭാവത്തെയും ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്പോർട്സിനോടൊക്കെ എങ്ങനെയാണ് താല്പര്യം? കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നം ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് സ്പോർട്സിന് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പരീക്ഷ അടുത്ത സമയത്തും സ്കൂളിൽ നിന്ന് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. അപ്പം എന്നോട് സ്നേഹമുള്ള ഹെഡ് മിസ്ട്രസ് വന്നിട്ട് പറഞ്ഞു, ബേബി കളി മതിയാക്ക്, ഇനി പോവാം. അപ്പോൾ ശരി, ബാറ്റെല്ലാം കൊണ്ടുവച്ചു മാറിയിരുന്നു. ടീച്ചർ പോകുമ്പോൾ വീണ്ടും കളിക്കുകയാണ്. അപ്പോൾ ടീച്ചർ വന്നിട്ട് ബാറ്റിംഗ് കൊണ്ടുവന്ന് പറഞ്ഞു, ബാറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ പഠിത്തത്തിന് അർഹമായ പരിഗണന ചിലപ്പോൾ കൊടുക്കാതെ തന്നെ മഴയത്ത് പോലും ഫുട്ബോൾ എടുത്തിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അന്നത്തെ കളിക്കൂട്ടുകാരെല്ലാം ഫുട്ബോളുകളിലെ കൂട്ടുകാർ, ഇപ്പോൾ കൊല്ലം എസ് എൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന SV സുധീർ, ഞങ്ങൾ വലിയ ടീമായിട്ട് പോയിട്ട് കളിച്ചിട്ടുണ്ട്. പെരുവണ്ണിലൊക്കെ പോയി ഒരു മത്സരത്തിൽ കളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എല്ലാ പൊസിഷനിലും കളിക്കും. അന്ന് ഒരു സീരിയസ് ടൂർണമെൻറ്റിന് പോകുമ്പോൾ ഞാൻ ഗോൾ കീപ്പിങ്ങിനാണ് നിൽക്കുക. കൊല്ലത്തു നിന്നൊക്കെ വലിയ കളിക്കാരെ കൊണ്ടുവന്നു എതിർ ടീം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി.
അപ്പോൾ സുധീർ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വളരെ ഫീബിളായിട്ട് എനിക്ക് പിടിക്കാവുന്നൊരു ബാൾ പുള്ളി കൈകൊണ്ട് അടിച്ചിട്ടു, അങ്ങനെ പെനാൽറ്റി. അപ്പോൾ പെനാൽറ്റി കൊല്ലത്തുള്ള വലിയൊരു കളിക്കാരനാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടെ, ആളുകളുടെ ബഹളത്തിലാണ്. ആദ്യത്തെ പന്ത് ഞാൻ തട്ടിത്തെറിപ്പിക്കും, അത് അടിച്ചാലിന് വീണ്ടും കിട്ടുകയാണ്. കാര്യം ഷൂട്ട് ഔട്ട് ആണെങ്കിലാണല്ലോ പന്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളിയിടയ്ക്കുള്ള പെനാൽറ്റി വീണ്ടും കളിക്കുക. അയാൾക്ക് വീണ്ടും കിട്ടിയ ആൾ ആദ്യം അടിച്ച ഒരു സൈഡിലാണെങ്കിൽ രണ്ടാമതായി കിട്ടിയിട്ട് മറ്റേ വശത്ത് അടിക്കും, അത് ഞാൻ സേവ് ചെയ്യും. എന്നിട്ട് പിന്നെ 7 ഗോൾ അടിക്കുക ഞങ്ങൾ ഈ സുധീർ സെറ്റും കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പഴയ ഒരുപാട് കളികളുടെ ഓർമ്മകൾ, ബാഡ്മിൻ്റൻ്റെ ഓർമ്മകൾ, പിന്നെ കിളിത്തട്ട് കളി, എല്ലാതരം കളികളിലും. പിന്നെ ഓല കൊണ്ട് കല്ല് അകത്ത് വെച്ചിട്ട് ഓല കൊണ്ട് പന്തുണ്ടാക്കി എറിഞ്ഞുള്ളൊരു കളിയാണ് അത്. വളരെ പിന്നീട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കൊക്കെ അത് ഈ ബസ്സിനൊക്കെ കല്ലെറിയാനുള്ളൊരു പ്രചോദനമായി തീരാനുള്ളൊരു കളിയാണ്. ഇതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. വായന എങ്ങനെയാണ്? ഏതുതരം പുസ്തകങ്ങളോടാണ് വായന? ഞാൻ ഫ്രണ്ട്സ് ക്ലബിൻ്റെ കാര്യം പറഞ്ഞു. പഞ്ചായത്ത് ലൈബ്രറി, തൃക്കരുവ പഞ്ചായത്ത് ലൈബ്രറി കാഞ്ഞാവിലുണ്ട്. എല്ലാതരം പുസ്തകങ്ങളും വായിക്കും. ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കുമായിരുന്നു, കവിത വായിക്കുമായിരുന്നു, ഗൗരവമുള്ള ദർശനത്തെക്കുറിച്ചും. പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം വായനയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അപ്പം നോവലുകളുടെ വായന കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചർച്ച ചെയ്യപ്പെടുന്ന വിവാദമായി തീരുന്ന കൃതികളൊക്കെ ഇടയ്ക്ക് വായിക്കേണ്ടി വരും. ഡാവിഞ്ചി കോഡ്, അത് വായിച്ചിട്ട് അത് മുഴുവൻ വേണമെങ്കിൽ വായിക്കാം, പക്ഷെ കുറച്ച് വായിച്ചപ്പോഴത്തേക്ക് തൃപ്തിയായി. വളരെ ഉദ്വേഗജനകമായ വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഡോൺ ബ്രൗണിൻ്റെ കഴിവ് ഈ ഡാവിഞ്ചി കോഡ് വ്യക്തമാണ്. അനന്ത് റോയുടെ പുസ്തകം വായിക്കേണ്ടി വന്നു, കാര്യം കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളത്. ഏറ്റവും എന്നെ ആകർഷിച്ച എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ വക്കം മുഹമ്മദ് ബഷീറാണ്, നോവലിസ്റ്റ് എന്നുള്ളതിൽ. കവി എന്നുള്ള തരത്തിൽ കുമാരനാശാനുണ്ട്, വൈലോപ്പള്ളിയുണ്ട്, കടമ്മനിട്ടയുണ്ട്, ONV ഉണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പ്രഭാവർമ്മ. നമ്മുടെ കോളേജിൽ നിന്ന് ഒരു വലിയ കവിയുണ്ട്, കുരിപ്പുഴ ശ്രീകുമാർ ഉണ്ട്. കുരിപ്പുഴയുടെ കവിതകൾ വളരെയധികം ഉജ്ജ്വലങ്ങളായ കവിതകളുണ്ട്. അഷ്ടമുടി എന്ന് പറയുന്ന കവിത നമ്മുടെ ആ ഭൂപ്രദേശത്തിൻ്റെ മുഴുവൻ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള കവിതയാണ്. ഈ എഴുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ? എഴുത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട്, അത് ചുവരുകളിലാണെന്നുള്ളതാണ് കൂടുതലും. ഏറ്റവും വലിയ ചുവരെഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ആ സ്ഥാനം അവകാശപ്പെടാൻ പറ്റുമെന്നത്. അതിന് പുറമേ കുറേ എഴുതിയിട്ടുണ്ട്. അത് ഈ സംഘടനാപരമായ ആവശ്യം ഉണ്ടാകുമ്പോഴാണ് എഴുതുക. ഇപ്പോൾ ഇന്നലെ ഈ വിദ്യാഭ്യാസ രംഗത്തെ സ്വാശ്രയ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദം, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഒരു ലേഖനം ഇന്നലെ മാതൃഭൂമി വന്നു. അപ്പോൾ പെട്ടെന്ന് അതിന് ഒരു മറുപടി അതിന് എഴുതേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ പോയിന്റുകളെല്ലാം ചിലർ ശേഖരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം അടുക്കി ചിട്ടയോടും കൂടി ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള തരത്തിൽ ചില സമയത്ത് മറ്റുള്ളവരുടെ സഹായം തേടി കൊണ്ടെഴുതാൻ. അതല്ലാതെ രാത്രി കുത്തിയിരുന്ന് എഴുതാറുണ്ട്. ബെറ്റിയും ഞാനും കൂടെ ഭാര്യയായിട്ട് ഈ ഡിക്റ്റേഷൻ കൊടുക്കുന്നത് എനിക്ക് വളരെ സൗകര്യമുള്ള രീതിയാണ് എഴുത്തിന്. കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാചക ഘടന ആലോചിക്കാം. പക്ഷേ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും വഴക്കിട്ടാണ് പിരിക്കുക. കാര്യം ഇതിനിടയ്ക്ക് ബെറ്റ് ഈ വാക്കല്ലല്ലോ വേറൊരു വാക്കാണല്ലോ വേണ്ടെന്ന് പറയുമ്പം ഐ കനോട്ട് സ്റ്റാൻഡ് ഇറ്റ്. അപ്പം കാരണം ഞാൻ തിരഞ്ഞെടുത്ത ഒരു വാക്കാണ്. കാരണം ഞങ്ങൾ പറയാറുണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നൊരു ലേഖനം ഇതുവരെ എഴുതി പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ പിന്നെ ബെറ്റി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തം കൈ കൊണ്ട് എഴുതി പൂർത്തിയാക്കി. വേണ്ടത്ര എഴുതുന്നില്ല എന്നുള്ള വിമർശനം എൻ്റെ കൂട്ടുകാർ പലരും ഉന്നയിക്കാറുണ്ട്. അതിനുള്ള എൻ്റെ മറുപടി വായനക്കാരോടുള്ള സഹതാപം കൊണ്ടാണ് ഞാനത് എഴുതാത്തത്. എഴുതിയാൽ അവർ വായിക്കണം. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഞാൻ എഴുത്ത് കുറയ്ക്കുന്നതെന്നാണ്. എൽ സാൽവഡോർ എന്ന് പറഞ്ഞിട്ടൊരു കവിത എന്ന് ആരോപിക്കപ്പെടാവുന്ന ഒരു സാധനവും ഞാൻ എഴുതിയിട്ടുണ്ട്. എൽ സാൽവഡോറിൽ വലിയ സമരം നടക്കുമ്പോൾ അത് SFIയുടെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ നമ്മുടെ കവികളൊന്നും ഇതിനോട് പ്രതികരിക്കാത്തതിൽ രോഷം കൊണ്ട് അങ്ങനെയാണ് ഞാൻ വരെ കവിത എഴുതി കളയും എന്നുള്ള മട്ടിലൊരു സംഭവം എഴുതി. അന്ന് സ്റ്റുഡൻറ്റിനകത്ത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റിലും അത് തന്നെ ദേശാമാനി വാരികയിലും വന്നു. സ്കൂളിൽ പഠിക്കുമ്പം ഈ ഒരു ദൈവം കൂടി മരിച്ചു എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ എവിടെ പോയെന്ന് എനിക്കറിഞ്ഞില്ല. അത് ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് അന്ന് യുക്തിവാദമാണല്ലോ. അപ്പം ചന്ദ്രൻ ദൈവമാണെന്നുള്ള സങ്കല്പമുണ്ട്. ഇനി അത് നിലനിൽക്കില്ല. ഒരു ദൈവം കൂടി മരിച്ചു എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇത് ഞാൻ ഈ പകർത്തി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇതാണ് എഴുതി കൊണ്ടുപോകുന്നത്. അപ്പോൾ പാർസാരഥി പിള്ള സാർ ഇത് എടുത്തു, ഇത് വായിച്ചു. പുള്ളി ഇതെല്ലാം നോക്കും. എൻ്റെ മലയാള അധ്യാപകനായിരുന്നു. ഇതാരെഴുതിയ കവിതയാണ്. കാര്യം സാധാരണ കവിതയെല്ലാം പുള്ളി വായിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം പറയാമായിരുന്നു, കാര്യം എനിക്ക് അടി കിട്ടും ഇതാണോടാ കവിത എന്ന് ചോദിച്ചിട്ട്. ഇതൊക്കെ എന്തിനാ അവസാനം താൻ പറ ആരെഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കുത്തി വെക്കാം, കൊള്ളാം എന്ന് പുള്ളി. അതെവിടെ പോയത് എനിക്ക് അറിഞ്ഞു. അങ്ങനെ അപ്രത്യക്ഷമായ ഒരു കവിതയും എൻ്റേതായിട്ടുണ്ട്. ഈ ആ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായി ജീവിച്ചാൽ മതി, ഭാര്യ കുടുംബം കുട്ടികളൊന്നും വേണ്ട, അങ്ങനെ ഒരു തീരുമാനം എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ട്? ഭാര്യയും കുടുംബവും
ഒന്നും വേണ്ട എന്ന് ബോധപൂർവ്വം ഒരു തീരുമാനമെന്നല്ല, അതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചേ ആലോചിച്ചിട്ടില്ല. രണ്ട് തരത്തിൽ ഇതൊന്നും വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം, അതല്ലെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് ആലോചിക്കാതെ ഇരിക്കാം. ആ ഭാഗത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആലോചിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം പാർട്ടി ഓഫീസിൽ കിടന്ന് ഉറക്കം തുടങ്ങി, വീട്ടിൻ്റെ തൊട്ടപ്പുറമാണ് കോളയത്തോട്, അവിടെയാണ് താമസം. അതിനു മുമ്പും തുടങ്ങി. ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അടുത്തായിരുന്നു വാടകയ്ക്ക് പഴയ പാർട്ടി ഓഫീസ്. അപ്പം കോളേജിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിടയ്ക്ക് പോകുമെന്നുള്ളതല്ലാതെ ബാക്കി സമയത്ത് ഒന്നീ ഹോസ്റ്റലിൽ കിടന്നുറങ്ങും, അതല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങും. അപ്പം അങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പം തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചാരടി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എനിക്ക് ഒരുപാട് കാലം ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള അറിഞ്ഞൂടാ. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ കവലയിലൊക്കെ പോയി വായി നോക്കി നിൽക്കുന്ന പരിപാടിക്കാണ് ഇത് പറയുക എന്നുള്ളത്. ഈ പ്രയോഗം അറിയാം. അപ്പം എൻ്റെ ഒന്നും കോളേജ് ജീവിതകാലത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഒരു ടീമിന് ഈ ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. കാര്യം മുഴുവൻ സമയത്തും പിന്നെ ചർച്ചകൾ, പ്രവർത്തനങ്ങൾ, കമ്മിറ്റികൾ, സമരങ്ങൾ, ജാഥകൾ, പാർട്ടി ഓഫീസിൽ പോകും. ഇത് മാത്രമേ. അംബിഷൻ എന്തായിരുന്നു അവിടെ ആ സമയത്ത് തന്നെ? അംബീഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരു വളരെ വിചിത്രമായിട്ട് തോന്നാം. സമൂഹത്തിൽ ഈ കാണുന്ന പാർട്ടി പ്രവർത്തനം, അനീതികൾക്കെതിരായിട്ടുള്ള പാർട്ടി പതാക പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം, ഇപ്പം NS പോലുള്ളവരുടെയൊക്കെ മാതൃക. അവർ മുഴുവൻ സമയം പാർട്ടിക്കാണ്. പാർട്ടിക്കല്ല, പാർട്ടിക്ക് ആവശ്യമുള്ളതിൻ്റെ ബാക്കി വല്ല സമയം ഉണ്ടെങ്കിലാണ് വീട്ടിൽ പിന്നെ കൊടുക്കുക. അതിലും വിദ്യാർത്ഥി നേതാവായിരുന്ന സഖാവ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പം ആദ്യത്തെ ഒരു ബില്ല് നിയമമാക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ സാംസ്കാരിക വകുപ്പിൽ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ വിഷൻ? സാംസ്കാരിക രംഗത്ത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് തന്നെ നവോദയ അപ്പച്ചൻ ഉൾപ്പെടെയുള്ള കിരീട ഉണ്ണി ഇവരെല്ലാം കൂടെ വന്നൊരു നിവേദനം തന്നു. അത് വാങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ചലച്ചിത്ര രംഗത്തുള്ളവരുടെ വയറ്റത്തടിക്കുന്ന ഈ പൈറസി, വീഡിയോ പൈറസി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കൊടിയേരിയുമായിട്ടിരുന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, അത് വളരെ പ്രാധാന്യമുള്ള, ജനങ്ങൾക്കൊട്ടായ താല്പര്യമുള്ള ഒരു വിഷയമാണ്. സാംസ്കാരിക രംഗത്ത് ഒരുപാട് ജീർണ പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില സാംസ്കാരിക പ്രവണതകൾ പുറത്തുനിന്ന് കടന്നു വരുന്നുണ്ട്. അതിപ്പോൾ പിന്നെ സാമ്രാജ്യത്വ സാംസ്കാരിക ആശയങ്ങൾ എന്നൊക്കെയാണ് ഞങ്ങൾ നല്ല അടുപ്പമുള്ള പേരിട്ടിട്ടാണ് ഞങ്ങൾ അതിനെയൊക്കെ പറയുക. പക്ഷേ സാംസ്കാരിക രംഗത്തൊരു പ്രശ്നമാണ്, നമ്മുടെ നാട്ടിലെ നല്ല സിനിമകൾ കാണുന്നില്ല, കുറച്ച് ഹോളിവുഡിൽ നിന്നെല്ലാം ഒരുപാട് കാശ് ചെലവാക്കി എന്നുള്ള ഒരു പ്രചാരണത്തോടുകൂടിയ സിനിമ വന്നാൽ അതിൻ്റെ പിന്നാലെ ആളുകൾ പാഞ്ഞു കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സാംസ്കാരിക രംഗത്ത് നമ്മുടെ വളരെ മൂല്യവത്തായ കലാരൂപങ്ങൾ, ഇപ്പോൾ കൂടിയാട്ടം ഒരിടത്ത് നടത്തിയാൽ അത് ആസ്വദിക്കാനായിട്ട് ആർക്കും വരാൻ പറ്റുന്നില്ല. ആസ്വദിക്കാനുള്ള ഒരു ശിക്ഷണം നമ്മൾ സമൂഹത്തിൽ കൊടുത്തിട്ടില്ല. കഥകളിയുടെ കാര്യവും മോഹിനിയാട്ടത്തിൻ്റെയോ മറ്റ് നൃത്തരൂപങ്ങളുടെയോ കാര്യവും പോലും അങ്ങനെയാണ്. അപ്പം ഈ വളരെ മൂല്യമുള്ള കലകൾ സാധാരണക്കാർക്ക് കൂടി ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ സാധാരണക്കാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളുണ്ട്. വളരെ വിശാലമായ ഒരു മേഖലയാണ് സാംസ്കാരിക രംഗം. വളരെ പെട്ടെന്ന് തന്നെ സാംസ്കാരിക രംഗത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സാംസ്കാരിക രംഗത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവരുമൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു സമഗ്രമായ സാംസ്കാരിക സമീപനം ജനങ്ങളുടെ മുമ്പിൽ വെക്കും, സമയബന്ധിതമായി അത് നടപ്പാക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയായി ആയ സഖാവ് ബേബിക്ക് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും സ്കൂളിൽ പോയില്ല എന്നൊരു കിംവദന്തിയാണോ എന്ന് അറിഞ്ഞൂടാ കൊല്ലത്ത് പ്രചരിക്കുന്നുണ്ട്. സത്യമാണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ മകനാണെന്ന് ഓർക്കണം. അതെ അതെ. അപ്പോൾ അതിനൊന്നും കളിച്ചിങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവാൻ ഇല്ലിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചെല്ലാം പല നവീന ആശയങ്ങളും കൊണ്ടുവന്നവരെല്ലാം പറയുന്നവർ പോലെ ഡീ സ്കൂളിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റൊക്കെ ഉണ്ട്. കുട്ടികളെ കുറച്ച് മാത്രം സ്കൂളിംഗ് നൽകുക എന്നുള്ളതാണ് കുട്ടികൾ വളരെ നല്ലതെന്നാണ് സെക്കൻഡ്. ആ അർത്ഥത്തിൽ അബോധമായി അത്തരമൊരു പ്രക്രിയയ്ക്ക് വിധേയനായി 1ലും 2ലും പഠിക്കാതെ നേരിട്ട് 3ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ പ്രയാസമുണ്ട്. പിന്നെ ചേട്ടനെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ ഒളിച്ചിരുന്ന് കേട്ട് പഠിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, വെട്ടം വീണ കിഴക്കൻ ദിക്കിൽ കുട്ടിക്കെതിരവൻ ഉയരുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് പഠിക്കാനുള്ളൊരു പാഠമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതല്ല, അപ്പുറം ഇരുന്ന് പഠിക്കുന്ന ഒളിച്ചിരുന്ന് കേട്ടിട്ട് ഞാനിത് കാണാതെ പറയും. ആ കിംവദന്തി സത്യം തന്നെയാണ്. 1ലും 2ലും പഠിച്ചിട്ടില്ല. പക്ഷെ അത് എനിക്ക് അന്ന് ടീച്ചറിനെ വെച്ച് പഠിപ്പിക്കണം. അങ്ങനെ അവിടെ ചേട്ടനെ പഠിപ്പിക്കാൻ ടീച്ചർ വരുമായിരുന്നു. എന്നെക്കാളും മൂത്തതാണ്. ഞാനിരുന്ന് പഠിക്കണമെന്നായിരിക്കും സങ്കല്പം. ഞാൻ പറമ്പിൽ നടക്കാൻ മാത്രമേ പറമ്പിൽ നടക്കാൻ. അത് യഥാർത്ഥത്തിൽ പിന്നീട് VKN പറഞ്ഞത് എനിക്ക് ബാധകമാണ്. VKNോട്
വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കോളേജ് വിദ്യാഭ്യാസം പോലുള്ള അയോഗ്യതകളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതുപോലെയാണ് ഒന്നിനും രണ്ടിലും ഒന്നും പഠിക്കുക എന്ന് പറയുന്ന പാവം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ്. ഏതായാലും എല്ലാവരെയും ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ഗംഭീരമായി വരട്ടെ. ലോകേഷുമായിട്ട് ഇത്രയും സമയം ചെലവിടാൻ കഴിഞ്ഞതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ കോളേജിൽ നമുക്ക് ഇത്ര കൂടുതൽ സമയം ഒരുമിച്ച് ചെലവിടാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാം നമ്മുടെ കമ്പനിയായിട്ട് വില വഴിക്ക് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സമയം കിട്ടുമ്പോൾ ഇവിടെ വരണം. തീർച്ചയായും ഒരുമിച്ച് സമയം ചെലവിടാം. തീർച്ചയായും. വളരെ ഓക്കെ.